ഹായ് ഓൾ, ഞാൻ ആൻവി. ടേബിൾ ഡെക്കോർ ആയിട്ടും അതുപോലെ വാൾ ഡെക്കോർ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാനായി നമുക്ക് മെയിൻലി ആവശ്യമുള്ളത് ഒരു ചെറിയ ബോക്സ് ആണ്. ഞാനിപ്പോൾ മിൽക്ക് പേടയുടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ബോക്സിന് വിഡ്ത്ത് കുറവാണ്, അപ്പോൾ നമുക്ക് വിഡ്ത്ത് കുറവുള്ള ബോക്സാണ് വേണ്ടത്. ഒരു ഫ്രെയിം പോലെ ഉപയോഗിക്കാനായിട്ടാണ് ഈ ബോക്സ്, അതുകൊണ്ടാണ് വിഡ്ത്ത് കുറവുള്ളത് മതിയെന്ന് പറഞ്ഞത്. ബോക്സിൻ്റെ ഒരു സൈഡ് റെക്റ്റാങ്കുലർ ആയിട്ട് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒരു പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഷോപ്പ് കവറാണ് കേട്ടോ. ഞാനപ്പം ഈ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ഈ ബോക്സ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ ട്രീ ബ്രാഞ്ച് ആണ്. നമുക്ക് ചെറിയ ഒന്ന് മതി, ഈ ഫ്രെയിമിനുള്ളിൽ കൊള്ളുന്ന ഒരെണ്ണം മതി. അപ്പോൾ ഞാനൊരു ട്രീ ബ്രാഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ബ്രാഞ്ച് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ട്രീ ബ്രാഞ്ച് ഫ്രെയിമിലേക്ക് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ ഇമേജസ് വരച്ചെടുക്കാനുണ്ട്. വരച്ചെടുക്കുമോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പോലെ ചെയ്യാം. ഞാനിപ്പോൾ വരച്ചെടുക്കാനാണ് പോകുന്നത്. ആദ്യം പെൻസിൽ വെച്ച് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് പെൻസിൽ കളർ വെച്ചിട്ട് കളർ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇമേജ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പം കറക്റ്റ് ബോർഡറിലൂടെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊരു വൈറ്റ് സ്പേസ് വിട്ടിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, ഒരു സ്റ്റിക്കർ പോലെ. എങ്ങനെയാണെങ്കിലും ഭംഗിയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുക്ക് വെച്ചൊന്ന് ബെൻഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 3D ഇഫക്റ്റ് കിട്ടും. പിന്നെ നല്ല കട്ടിയുള്ള പേപ്പറിലായിരിക്കണം കേട്ടോ ഈ വരച്ചെടുക്കുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു കാർഡ് സ്റ്റോക്ക് പേപ്പറിലാണ് വരച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് നല്ല രീതിയിൽ അത് ആ 3D ഇഫക്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കുറച്ചധികം ബട്ടർഫ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈസ് എല്ലാം നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാ ബട്ടർഫ്ലൈസും ഇപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡെക്കോറിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നമുക്ക് ടേബിൾ ഡെക്കോറായിട്ടോ അല്ലെങ്കിൽ വാൾ ഡെക്കോറായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വാൾ ഡെക്കോറായിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡഡ് സെലോ ടേപ്പ് പൊട്ടിച്ച് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് വാളിൽ. ഞാനൊരു ടേബിൾ ഡെക്കോറായിട്ടാണ് ഇപ്പോൾ ഇത് കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ ക്രാഫ്റ്റ് ഐഡിയയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയോടെ ചെയ്യണേ. അപ്പോൾ താങ്ക്